എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മൾ ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രത്യേകിച്ച് ബൈബിൾ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് ഏറെക്കുറെ അറിയാം. പക്ഷേ നമുക്ക് ആർക്കും മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. ബൈബിൾ വായിക്കുക, അതോടൊപ്പം തന്നെ നിരന്തരം പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഇതിൻ്റെ ആരംഭകാലത്തിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇത് ആളുകൾക്ക് അറിയത്തില്ല. പക്ഷെ അവർ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയും. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാകുന്നില്ല. എല്ലാവരുടെയും വിചാരം ഈ പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും ചെയ്യുന്നത് വെറുതെ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഇതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഇത് വളരെ കഠിനമായ ഒരു പ്രയത്നം തന്നെയാണ് ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ അത് ചെയ്യുന്നത്. ഇത് ആൾക്കാർക്ക് ഇത് മനസ്സിലായിട്ടില്ല. അവർ നോക്കുമ്പോൾ പ്രാർത്ഥിക്കുക വളരെ നിസ്സാര കാര്യമാണ്, അല്ലെ ബൈബിൾ വായിക്കുക എന്ന് പറയുന്നത് വളരെ നിസ്സാര കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ട് ഇവർക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നിവർ ഇത് ചിന്തിക്കുന്നില്ല. അവിടെയാണ് ഇതിൻ്റെ കാഠിന്യം മറിഞ്ഞു കിടക്കുന്നത്. ഇത് മറിഞ്ഞിരിക്കുന്ന ഒരു ഒരു കാര്യമാണ്, ഒരു രഹസ്യമാണ്, ഒരു നിഗൂഢതയാണ്. ബൈബിൾ വായന അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ബൈബിൾ വായിക്കാൻ തുടങ്ങാൻ. കാരണം ഇതെൻ്റെ അനുഭവമാണ്. നമ്മളൊക്കെ പറയും ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ട് എന്നൊക്കെ പറയും. അതെങ്ങനെയാണ്? ഈ വൈകുന്നേരം ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് വീട്ടിലെ ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷം ചിലപ്പോൾ വായിക്കും, അല്ലെങ്കിൽ വായിക്കും. അല്ലാതെ ഇത് ദൈവിക ജ്ഞാനം നേടിയെടുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈശോയെ കൂടുതൽ അറിയണം, ഈശോ പറയുന്നത് എന്താണെന്ന് കൂടുതലായിട്ട് മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ബൈബിൾ വായിക്കുകയോ, അല്ലെങ്കിൽ അങ്ങനെ ഈശോയുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് വളരണമെന്ന തീവ്രമായ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്ന മനുഷ്യർ വളരെ കുറവാണ്. അങ്ങനെ ഒരു തീവ്രമായ ഒരു ആഗ്രഹം ഇല്ലാതെ വായിക്കുന്നവനെ സംബന്ധിച്ച് ഇത് വളരെ ഈസിയാണ്, എളുപ്പമെന്ന് വായിക്കാം. പക്ഷേ അവൻ നിരന്തരം വായിക്കുന്നില്ല, വല്ലപ്പോഴൊക്കെ വായിക്കുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വായിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും വായിക്കുന്ന സങ്കീർത്തനമുണ്ടല്ലോ, അത്യുന്നതൻ്റെ സംരക്ഷണം, അതൊക്കെ അങ്ങ് വായിച്ചാൽ അതൊക്കെ വളരെ ഈസിയാണ്. അത് ഒരു പ്രശ്നവുമില്ല, വളരെ ഈസിയാണ്. പക്ഷേ ഈ നിരന്തരം ബൈബിൾ വായിക്കുക എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടപ്പാടുള്ള കാര്യങ്ങളാണ്. അതിന് പല കടമ്പകൾ കടന്നെങ്കിൽ നിരന്തരം ദൈവവചനം വായിച്ച് വളരാനും ധ്യാനിക്കാനും പറ്റുകയുള്ളൂ. ഈശോയെക്കുറിച്ച് കൂടുതൽ അങ്ങനെ ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. എൻ്റെ ആദ്യകാല അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അത് നിങ്ങൾക്ക് ഒരു പക്ഷേ ഉപകാരപ്പെട്ടേക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ചെറുപ്പകാലം തൊട്ട് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും, അതായത് നഴ്സറി ക്ലാസ് തൊട്ട് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇത് ബോധപൂർവം ചെയ്തു എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എനിക്കിഷ്ടമായിരുന്നു പള്ളിയിൽ പോകാൻ. അങ്ങനെ ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു. പിന്നെ ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്കും ഞാനത് കുറേ കൂടി ബോധപൂർവം ചെയ്യാൻ തുടങ്ങി. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മാറി. അപ്പം എൻ്റെ അപ്പനും അമ്മയൊക്കെ പറയുമായിരുന്നു, പള്ളിയിൽ പോകും, വലുതാകുമ്പോൾ കഷ്ടപ്പാടൊക്കെ മാറും എന്നൊക്കെ പറയുമായിരുന്നു. എന്നാൽ കഷ്ടപ്പാട് മാറാൻ വേണ്ടി ഞാൻ ഈ രാവിലെ എഴുന്നേറ്റ് പള്ളിയിലൊക്കെ പോകുമായിരുന്നു. അപ്പം അങ്ങനെ മുന്നോട്ട് പോയി ജീവിതത്തിൻ്റെ ഒരു യുവത്വത്തിലേക്കൊക്കെ കടന്നപ്പോഴത്തേക്കും ജീവിതം ഭയങ്കര പ്രതിസന്ധിയിലായി. പക്ഷേ ഈ ചെറുപ്പകാലത്തൊക്കെ പോകുമ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയൊക്കെ ചെയ്യുമ്പോൾ ബൈബിളൊക്കെ വായിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വായിച്ച് പോകുമായിരുന്നു. പക്ഷെ അന്നൊന്നും എനിക്ക് ബൈബിൾ വായന വലിയ ബുദ്ധിമുട്ടായിട്ടോ തടസ്സം വരുന്നതായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ എൻ്റെ ജീവിതം ഭയങ്കര കടുത്ത പ്രതിസന്ധിയിലും തകർച്ചയിലും എത്തി നിന്നപ്പോൾ എൻ്റെ സർവ്വ അഭ്യാസവും ഞാൻ കഴിഞ്ഞു. എല്ലാ അഭ്യാസവും ഞാൻ ഇറക്കി നോക്കി ഈ പ്രതിസന്ധി അതിജീവിക്കാൻ. നടന്നില്ല എന്ന് പറയുമ്പോൾ അത് ഈശോ പല രീതിയിലും നമ്മളെ തിരിച്ച് തുടങ്ങിയവിടത്ത് തന്നെ കൊണ്ടുവന്ന് നിർത്തും. അങ്ങനത്തെ ഒരു ജീവിതാനുഭവമാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ പിന്നെ ഞാൻ നോക്കിയിട്ട് എൻ്റെ ബുദ്ധി കൊണ്ടോ എൻ്റെ കഴിവ് കൊണ്ടോ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ലെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ എന്നോട് ഈ അന്നൊക്കെ നല്ല ആത്മീയ ഉൾക്കാഴ്ചയുള്ള ആയിട്ട് വളർന്നിട്ടുള്ള ചേട്ടന്മാരും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ
എന്നെ കാണുമ്പോൾ ചിലർ പറയും, നീ നന്നായിട്ട് പ്രാർത്ഥിക്കാതെ, നീ ബൈബിൾ വായിക്കാതെയൊന്നും നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഇത് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഈ ബൈബിള് നിരന്തരം വായിക്കാം, ഇനിയിപ്പോൾ വേറെ മാർഗ്ഗമൊന്നുമില്ല, എന്നാൽ പിന്നെ നന്നായിട്ട് ബൈബിൾ വായിക്കാം എന്ന് കരുതി ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു ഈ ബൈബിള് വായനയിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്ന തിന്മയുടെ ആ വലിയ ശക്തി എനിക്ക് തിരിച്ചറിയാൻ പറ്റിയത്. അത് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബൈബിൾ നന്നായിട്ട് വായിക്കണം, ഇനി ആത്മീയ മേഖലയിൽ ഒരു കൈ നോക്കാം എന്നൊക്കെ ആ ഒരു ചിന്തയോടെ തന്നെ, ഏതായാലും ഭൗതിക മേഖലയിൽ ഞാൻ നോക്കിയ കാര്യങ്ങളൊന്നും നടക്കില്ല, എന്നാൽ ആത്മീയ മേഖലയിലായിരിക്കും ഈശോ എനിക്കൊരു വഴി തുറക്കുന്നത് എന്ന് കരുതി, എന്നാൽ അങ്ങനെ അതിനുവേണ്ടി ഒരുങ്ങാമെന്ന് കരുതി ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ പിന്നിൽ എന്നെ അല്ലെങ്കിൽ ബൈബിൾ വായനയിൽ നിന്ന് തടയുന്ന തിന്മയുടെ സ്വാധീനവും എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുക. അതിങ്ങനെയായിരുന്നു. അതായത് ഞാനിങ്ങനെ ബൈബിൾ വായിക്കാം എന്നൊക്കെ, കുറച്ച് നേരം ബൈബിൾ വായിച്ച് മനസ്സിലാക്കി ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം എന്നൊക്കെ കരുതി കൃത്യമായിട്ട് ബോധപൂർവം ഞാൻ സമയം കണ്ടെത്തി ബൈബിൾ വായിക്കാനായിട്ട് എടുക്കുമ്പോൾ വളരെ ആവശ്യത്തോടെയാണ് ബൈബിൾ എടുക്കുന്നത്. ഇപ്പോൾ വായിക്കണം, എല്ലാം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം, പുതിയൊരു വഴി കണ്ടു എത്തണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വായിക്കാനായിട്ട് വലിയ ആവേശത്തോടെ ഇങ്ങനെ ബൈബിൾ എടുക്കുമ്പോൾ പെട്ടെന്ന് ഈ ബൈബിളെ തൊടുന്ന നിമിഷം എൻ്റെ ഉള്ളിലേക്ക് മുൻകാല ജീവിതത്തിൻ്റെ സർവ്വ നിരാശകളും എൻ്റെ ഉള്ളിലേക്ക് കയറി വരും. ആ നിരാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ വേറൊരു സന്ദർഭത്തിലും ഉണ്ടാകാത്ത രീതിയിലുള്ള നിരാശകൾ എൻ്റെ ഉള്ളിലേക്ക് വരും. അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഒരു ചോദ്യം ഇതാണ്, നീ ഇത്രയും നാളും പള്ളിയിൽ പോയില്ലേ, ഇത്രയും നാളും ഭക്തനായിട്ട് ജീവിച്ചില്ലേ, ബൈബിളൊക്കെ വായിച്ചിട്ടില്ലേ, ഒത്തിരി നല്ല കാര്യം ചെയ്തിട്ടില്ലേ, പ്രയർ ഗ്രൂപ്പൊക്കെ നടത്തിയിട്ടില്ലേ, പിന്നെ എന്താണ് ഇങ്ങനെ, പിന്നെ ഇനിയിപ്പോൾ എന്നിട്ടൊന്നും രക്ഷപ്പെട്ടിട്ടില്ല, പിന്നെ ഇനിയിപ്പോൾ ഇത് വായിച്ചുകൊണ്ട് രക്ഷപ്പെടുമോ എന്നൊരു വലിയൊരു പിന്തിരിപ്പൻ ചിന്ത. അത് നിസ്സാരമായിട്ടുള്ള ചിന്തയല്ല. അതോടൊപ്പം തന്നെ എൻ്റെ കഴിഞ്ഞകാല ജീവിതം, അപ്പോൾ ഇങ്ങനെ ഒരു ചിന്ത കഴിയുമ്പോൾ ഞാൻ ഓർക്കും, ദൈവം എന്തൊരു ക്രൂരനാണ്, എന്നെ ഈ വഴിക്കൊക്കെ ഇങ്ങനെയാക്കി, പിന്നെ എന്തിനാണ് ഞാൻ ഇത് വായിക്കുന്നതെന്ന് പറഞ്ഞ് ദൈവത്തോട് ഒരു അരിശവും കലിപ്പൊക്കെ തോന്നും. അപ്പം ഞാൻ എന്ത് ചെയ്യും, ബൈബിൾ അങ്ങ് മാറ്റി വെക്കും. ഈ നിരാശ ഇത്തരത്തിലുള്ള ചിന്തയൊക്കെയാണ് ബൈബിൾ നന്നായിട്ട് ശക്തിയോടെ അങ്ങ് വലിച്ച് അടിച്ച് മേശപ്പുറത്ത് വെച്ചങ്ങ് അടിച്ച് അങ്ങ് വെക്കും. അത്രയ്ക്കും കലി വരും. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും മനസ്സിനൊരു സമാധാനം, ദൈവം അങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലിങ്ങനെ പറഞ്ഞ് അതിൽ നിന്ന് പിന്മാറും. അപ്പോൾ പിന്മാറിക്കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെ ഇനി എന്താണ് മാർഗം, അല്ലെ ദൈവം എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ആലോചിച്ച് വീണ്ടും അടുത്ത ദിവസം വീണ്ടും ഇതുപോലെ തന്നെ ബൈബിൾ എടുക്കും, വായിക്കാനായിട്ട് തുടങ്ങും. ആ സമയത്ത് വീണ്ടും ഇതുപോലെ തന്നെ ഈ പറഞ്ഞ നിരാശ എൻ്റെ ഉള്ളിലേക്ക് കയറി വരും. വീണ്ടും ഞാൻ ബൈബിള് ശക്തിയോടെ മേശപ്പുറത്ത് അങ്ങ് മേശപ്പുറത്തുനിന്ന് അടിച്ച് ഈ ബൈബിള് തിരിച്ചു വെക്കും. അപ്പോൾ അങ്ങനെ പല ദിവസങ്ങളായപ്പോൾ എനിക്ക് പെട്ടെന്ന് അപ്പോഴാണ് ഒരു ചിന്ത തോന്നിയത്, ഒരു ചിന്ത പരിശുദ്ധാത്മാവ് തോന്നിച്ചത്. അതിങ്ങനെയാണ്, സാധാരണ ഞാൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴൊന്നും എനിക്ക് ഇങ്ങനത്തെ ചിന്തകളോ നിരാശകളൊന്നും അത്ര ശക്തമായിട്ട് വരാറില്ല, തോന്നാറുമില്ല. പക്ഷേ എന്തുകൊണ്ട് ബൈബിൾ എടുക്കുമ്പോൾ മാത്രം ഇത്രയും ശക്തമായ നിരാശ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നു? അപ്പോൾ ഇതെന്നെ ചിന്തിപ്പിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ചിന്ത വന്നു ഇങ്ങനെയാണ്, ഇതാണ് പിശാചിൻ്റെ പ്രവർത്തനം എന്ന് എനിക്ക് എൻ്റെ ഉള്ളിലേക്ക് ഒരു ചിന്ത വന്നു. അപ്പോൾ ഇത് ശരിയാണോ, ഇത് പിശാചിൻ്റെ പ്രവർത്തനം തന്നെയാണോ എന്നറിയാൻ വേണ്ടി ഞാൻ പിന്നെ ബൈബിൾ എടുക്കുമ്പോൾ ഇത്തരം നിരാശാജനകമായ ചിന്തകളും ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് കടന്നു വരുമ്പോഴത്തേക്കും ഞാൻ ബൈബിൾ മുറുക്കെ അങ്ങ് പിടിച്ചിട്ട് എൻ്റെ ഈശോയെ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണമെന്ന് ഞാൻ പറയും. അപ്പോൾ ആ സമയത്ത് എന്നിട്ട് ഞാൻ വളരെ ശ്രമകരമായിട്ട് ബൈബിൾ തുറക്കും. അത്ര എളുപ്പമൊന്നുമല്ല ഈ ബൈബിൾ തുറക്കുക എന്ന് പറയുന്നത്. വളരെ ശ്രമകരമായിട്ട് ബൈബിൾ തുറക്കും. അങ്ങനെ അപ്പോൾ ആരോ പുറത്തുനിന്ന് നമ്മളെ കയ്യെ പിടിച്ച് വലിച്ചു മാറ്റുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ ഇത് ഭയങ്കര ബലം പിടുത്തം തുറക്കാനൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ എനർജി ഉപയോഗിക്കും, ഭയങ്കരമായിട്ട് ശക്തി എടുത്തെങ്കിൽ മാത്രമേ ബൈബിളൊക്കെ നമുക്കൊന്ന് തുറന്ന് എടുക്കാൻ പറ്റുള്ളൂ. അതേപോലത്തെ ഒരു അനുഭവമാണ്. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ തുറക്കും.
ആദ്യമൊക്കെ 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ കഷ്ടിയൊക്കെയാണ് ബൈബിളൊന്നും മനസ്സിലാക്കി വായിക്കാൻ പറ്റുന്നത്, ആദ്യത്തെ 1-2 ദിവസം. അപ്പോൾ എനിക്ക് ഉറപ്പായി ഇത് ശരിക്കും നമ്മളെ ഈ ജീവനിലേക്ക് അല്ലെങ്കിൽ ഈ നാശത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഈശോ ശ്രമിക്കുമ്പോൾ പിശാച് മറുവശത്ത് നമ്മളെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കാനുള്ള ഒരു വല്ലാത്ത പൈശാചിക തന്ത്രമാണ് ഇതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ തോന്നിയ ദിവസം മുതൽ ഞാൻ ബോധപൂർവം ബൈബിൾ എടുത്ത് വായിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും പഴയതുപോലെ അതിനേക്കാൾ ശക്തമായ നിരാശയുടെ ചിന്തകൾ മനസ്സിലേക്ക് കയറി വരും. എന്നാലും ഞാൻ കടിച്ചു പിടിച്ചിരുന്ന് ഞാൻ 1 മിനിറ്റ് 2 മിനിറ്റ് 5 മിനിറ്റ് ഇങ്ങനെയൊക്കെ വായിക്കാൻ തുടങ്ങി. ക്രമേണ ഇത് ഏകദേശം ഒരാഴ്ച കൊണ്ടൊക്കെ ഉണ്ടായ സംഭവവികാസങ്ങളായത്. ക്രമേണ ഇത്തരത്തിലുള്ള നിരാശാജനകമായിട്ടുള്ള ഈ ചിന്തകളൊക്കെ എന്നിൽ നിന്ന് മാറിപ്പോയി. പിന്നെ വളരെ ഈസി ആയിട്ട് ബൈബിള് തുറക്കാനും വായിക്കാനും പറ്റി. ഇത് എൻ്റെ ഈ ബൈബിൾ വായനയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നേരിടേണ്ടി വന്ന 1-ാം ഘട്ടത്തിലുള്ള പരീക്ഷണമായിരുന്നു.